നടരാജ നിന്റെ കാര്യം കുറച്ച് കഷ്ടം. കയ്യിൽ നയാ പൈസ പോലും ഇല്ല. അതാണ് മരണത്തിന് റീത്ത് വെക്കാൻ പോണത്. അതെ, പാർട്ടി ഫണ്ടിലാണെങ്കിൽ 5 പൈസ ഇല്ല. ഉടനെ ഒരു ബക്കറ്റ് വീര് നടത്തേണ്ടി വരും. ആ ഒരു ഉപയോഗമില്ല. കുറയണം. അങ്ങനെ മരുമണിടാ കളിക്കുന്ന മുതലാളി ഉണ്ടോടാ? എന്താ കാര്യം? കാര്യം മുതലാളിയോട് പറയാം. ഉണ്ടോ ഇല്ല എന്നുള്ളത് പറഞ്ഞാൽ മതി. മുതലാളി ഉണ്ടെന്നുണ്ടെങ്കിൽ കാര്യം എന്റെ അടുത്ത് പറയാം. മുതലാളിയുടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. അതൊന്നും അതിപ്പോ അങ്ങനെ ഉണ്ടായി. ആർക്കെങ്കിലും ഒരാൾക്ക് പോവാം. ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോ. അല്ലേ നീ അതിനു വേണ്ടിയൊക്കെ ആരോടാ? ഇയാളോടെ പോണു. ഒരാളെ കയറിയാൽ പോവാം. ആഹാ നീ പോയിട്ട് മല കുറച്ചോളാം. ആവട്ടെ. അങ്ങോട്ട് മാറി. മുതലാളി നമസ്കാരം. ക്ലീറ്റസോ? അറിഞ്ഞില്ലേ? ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്ന മുരുകൻ മരിച്ചുപോയി. എന്തായാലും മുരുകൻ ഭാഗ്യമുള്ളവനാ. മുതലാളി ഇവിടെ ഉണ്ടായല്ലോ. ഓട്ടോറിക്ഷ ഓടിക്കുന്ന മുരുകൻ. മുരുകൻ കേട്ടിട്ടുണ്ട്. കേട്ടും മുതലാളി കണ്ടിട്ടുണ്ട്. അപ്പൊ അവൻ പെട്ടെന്ന് തട്ടിപ്പോയി. അപ്പോ എന്തായിരുന്നു അവനെന്തോ ചെറിയൊരു നെഞ്ചുവേദന. സാരമില്ല, പോയില്ലേ. നമുക്ക് വിഷയം അതല്ല. നമുക്ക് അത്യാവശ്യമായിട്ട് മുരുകന് ഒരു റീത്ത് വെക്കണം. അത് വേണ്ടേ? അതാണ്. അപ്പൊ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ ചില്ലറ മുതലാളി തരണം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ക്ലീറ്റസിനൊരു 100 രൂപ കൊടുത്താൽ. 100 രൂപ കൊടുത്താൽ. മരിച്ചത് നമ്മുടെ മുരുകനാണ്. നമ്മുടെ മുരുകനോ? അതെ, മുരുകൻ. ഞാൻ ഒരു തവണയെ മറ്റേ കണ്ടിട്ടുള്ളൂ. അത് പോട്ടെ, 100 രൂപ വർക്ക് തരും. 100 രൂപയ്ക്ക് പിന്നെ എന്ത് റീത്ത് കിട്ടാനാണ് മുതലാളി? നമുക്ക് ഒന്നുകൂടെ ഒന്ന് എന്തെങ്കിലും കൂടെ കാര്യമായിട്ട്. അവനൊരു പാവപ്പെട്ടവനല്ലേ, അവന് 100 രൂപയുടെ റീത്ത് പോരെ. അത് തന്നെ കൂടുതൽ. ആട്ടെ, ക്ലീറ്റസിന്റെ ആരാ മരിച്ചവൻ? നമ്മുടെ പാർട്ടിയിലെ ഒരു അനുഭവി. അത്രയല്ലേ ഉള്ളൂ. എനിക്കും അവൻ വേണ്ടപ്പെട്ടവനൊന്നുമല്ല. ഈ 100 രൂപ തന്നെ കൂടുതലാണ്. അത് പലിശയ്ക്ക് കൊടുത്താൽ 5 രൂപ പലിശ കൂടുതൽ കിട്ടും. അല്ല, ഈ 100 രൂപയുടെ റീത്താണ് വെക്കണെന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഒരാക്ഷേപവും ഇല്ല. അതെല്ലാവരോടും ഒന്ന് പറഞ്ഞേരെ. മുതലാളി തന്ന 100 രൂപയുടെ റീത്ത് അപ്പോൾ ഞാൻ പറയണം. എന്തെങ്കിലും മാറ്റാൻ പറ്റില്ലേ? ക്ലീറ്റോയെ പോലൊരു പ്രമുഖനായിരുന്നുവെങ്കിൽ ഞാൻ വലിയ റീത്തിന് വലിയ എമൗണ്ട് തരികയല്ലേ. ഇതിപ്പം അവൻ ഒരു പാവപ്പെട്ടവനല്ലേ. 100 രൂപ മതി. 100 രൂപ. മുതലാളിക്ക് പബ്ലിസിറ്റി വേണം അല്ലേ? പബ്ലിസിറ്റി വേണമല്ലോ. ഞാൻ 100 രൂപയുടേതായ പബ്ലിസിറ്റി വേണമല്ലോ. ഞാൻ രണ്ടുപേരും അതിനു വേണ്ടി നിർത്താം. കാരണം എല്ലാവരുടെ പറയാം, ഇത് സുരേന്ദ്ര മുതലാളി സമർപ്പിച്ച കഷ്ടം. ഇങ്ങനെ നാണമാനല്ലാത്ത മനുഷ്യൻ എന്റെ തൊഴിൽ വിളിച്ചു പോയി. വേണ്ടായിരുന്നു ഒന്നും. ഇവിടെ നിൽക്കാനൊന്നും സമയമല്ല. നീ ഒരു കാര്യം ചെയ്യും. ആ 100 രൂപ പലിശക്ക് കൊടുത്തിട്ട് അത് കൂട്ടി വെച്ചിട്ട് നിന്റെ മുതലാളിക്ക് റീത്ത് വയ്ക്കുമ്പോൾ ഞങ്ങളെ കണക്കായിട്ട് എടുത്തോ. നടന്നോ? ഇതാ വരുന്നു. ഇല്ല ഇവിടെ വർക്കി. പിന്നെ മറ്റേ 100 രൂപ ഇപ്പം തരാൻ പറ്റുമോ? അത് നിങ്ങളുടെ പാർട്ടിയുടെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ഒക്കെ ഞാൻ അതിലോട്ടങ്ങ് തരാം. നമ്മുടെ പാർട്ടിക്ക് അതൊന്നുമില്ല. നിനക്കിപ്പോൾ പെട്ടെന്ന് തരാൻ പറ്റും. എടുത്തോണ്ട് വാ. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് ഇപ്പോൾ വരാം. ഇപ്പോൾ തുറന്ന് പിടിക്കണതിന് അക്കൗണ്ട് നമ്പർ IFSC കോഡും ഉടനെ തന്നെ ഒരു അക്കൗണ്ട് എടുക്കണം. അല്ല നമ്മളെ മരണ വീട്ടിലേക്കുള്ള വഴി ഇത് തന്നെയാണോ? ആള് കണക്കൊന്നും കാണുന്നില്ല. അതൊക്കെ അങ്ങനെ തന്നെ സാറേ. വല്ല പണക്കാരാണെങ്കിൽ ഇവിടെ വണ്ടി കൊണ്ട് കടക്കാൻ പറ്റില്ല. ഇവിടെ എവിടെയല്ലേ വീട്? അടുത്ത എവിടെയല്ലോ കൂട്ടി വല്ലതും കാണും. വേഗം ആവട്ടെ. നമുക്ക് ആദ്യം അവന്മാർ റീത്ത് വെക്കണതിന് നമുക്ക് റീത്ത് വെക്കണം. അതായത് അവന്മാരെന്തോ കലിപ്പിനാണോന്ന് എനിക്ക് സംശയമില്ലായില്ല. നടരാജ, ഞാൻ റെഡി. 1 2 3 സ്റ്റാർട്ട് പറയുമ്പോൾ വിട്ടോണം. പറഞ്ഞു കലിപ്പ് തന്നെ തന്നെ ഏട്ടാ എടുത്തു സൂക്ഷിച്ചോ ഏട്ടാ. അതെന്തോ കലിപ്പിനാണല്ലോ പ്രശ്നമാണ്. റെഡി 1 2 3 സ്റ്റാർട്ട്. നമ്മളെ ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. ഞാനല്ല പ്രശ്നം, നീയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പം മരിച്ചേക്കുന്നത് ഞങ്ങൾ അണിയാണ്.
ആവശ്യമില്ലാതെ നീ പ്രശ്നം ഉണ്ടാക്കരുത്. ഉള്ള കാര്യം ഞാൻ പറയണം. നിന്റെ യാതൊരു നിനക്കാവട്ടെ 3 അണിയല്ലടാ അതാ നിൽക്കുന്നില്ല 3 പേര്. വേറെ ആരും നിനക്കുണ്ട്. എടാ ഞാനും അവനായിട്ടുള്ള ബന്ധം നിനക്കറിയാമോ? എന്റെ അമ്മ പ്രസവിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. വർഷം അവന്റെ ആട്ടോയ്ക്ക് 5000 രൂപ ഓട്ടം കൊടുക്കണോ? സ്വന്തം എന്ത് ധൈര്യത്തിലാണ് ഇത് പറയണമെന്നറിയാമോ? എന്തായാലും മരിച്ചു കിടക്കണോ എണീറ്റൊന്ന് പറയൂല. ആ ഒരു ധൈര്യത്തിലാണ് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ നീ അവനെ വിളിച്ച് ചോദിച്ചോക്കണം. മണ്ടായി വിളിച്ചു ചോദിക്കാം. മരിച്ചു കിടക്കണ വിളിച്ചു ചോദിക്കാം. ആരാ നീ? എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ റീത്ത് വെക്കും. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാൻ നോക്കരുത്. ഈ വാർഡ് മെമ്പർ ഞാനാണെങ്കിൽ ഞങ്ങൾ അത് റീത്ത് വെച്ചിരിക്കും. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം ഞങ്ങളുടെ നെഞ്ചത്ത് വെച്ചിട്ട് നീ